ഗൈസ്, നട്ടുച്ച സമയമാണ്. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. അപ്പം നമുക്കൊന്ന് പുറത്ത് വന്നാലോ? അതിനായി ഞാനിതാ ഈ റോളോൺ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെയിലത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ പൊരിഞ്ഞൊരു പരിവാവും. അപ്പോൾ ഇതാ സൺസ്ക്രീൻ മസ്റ്റാണ്. പുറത്ത് പോകുന്നതിലൊക്കെ സൺസ്ക്രീൻ ഇട്ടിട്ട് പോവാം കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. പിന്നെ ഞാനിതാ വണ്ടിമേലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗ്ലൗസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൗസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ഈ അടുത്താണ് ഇത് വാങ്ങിയത്. അപ്പം ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. പിന്നെ ഇതിട്ടാലൊന്നും ഒരുപാട് പ്രൊട്ടക്ഷനൊന്നും കിട്ടില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് പുറത്ത് പോകുന്ന ആൾക്കാർ അതിനനുസരിച്ച് പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ട് പോകാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ടാൻ അടിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പരിവേലത്ത് ഇവളങ്ങോട്ടായി കെട്ടിയൊരുങ്ങി പോകണേന്ന് വെച്ചാൽ, ഞാൻ രാവിലെ നിച്ചുവിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയായിരുന്നേ. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഇതേ പച്ചക്കറി കണ്ടപ്പോൾ എനിക്കൊരു ചിക്കൻ കറി കഴിക്കാൻ പൂതി. ചിക്കൻ കറിയും ചോറും കഴിക്കാൻ വല്ലാത്തൊരു പൂതി കേട്ടോ. അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് പച്ചക്കറി കൂട്ടി ചോറ് തിന്നോളാൻ. പക്ഷേ ചിക്കൻ കറി കഴിക്കാനുള്ള ഈ പൂതി വെച്ച് ഞാൻ പച്ചക്കറി കഴിച്ചാൽ ശരിയാവൂ? നിങ്ങൾ തന്നെ ഒന്ന് പറ. പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ കറി കഴിക്കാനുള്ള പൂതി വെച്ച് ഇന്നെങ്ങാൻ ഞാൻ തട്ടിപ്പോയാലോ? ഈ ചിക്കൻ കറി കിട്ടാതെ എൻ്റെ ആത്മാവ് ഇതിലെ അലയൂലേ? അത് മോശമല്ലേ? വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം തന്നെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം ഞാൻ ഒന്നും നോക്കിയില്ലാതായി കെട്ടിയൊരുങ്ങി ചിക്കൻ വാങ്ങാൻ ഇങ്ങോട്ട് ഇറങ്ങി. പോയി വന്നപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങി. പിന്നെ നിച്ചുവിന് കുറച്ച് മെഡിസിൻസും കൂടി കിട്ടണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങി, വെളിച്ചെണ്ണ വാങ്ങി, പേരക്ക വാങ്ങി, അങ്ങനെ എന്തൊക്കെയോ വാങ്ങിട്ടോ. സാധനത്തിനൊക്കെ എന്താ വില! വെളിച്ചെണ്ണയ്ക്ക് 500 ml 185 രൂപയാണ് മക്കളെ. അപ്പം ഞാൻ വിചാരിക്കും ഒരു വെളിച്ചെണ്ണ കച്ചവടം അങ്ങോട്ട് തുടങ്ങിയാലോ എന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേഴ്സുമാർ ഒരു ബേസിക് സാലറി 40,000 ആക്കാൻ വേണ്ടിയിട്ടൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ സൂചനാ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോന്ന് എനിക്കറിയില്ല, കാരണം മീഡിയ കവറേജൊക്കെ നല്ല കുറവായിരുന്നു. അപ്പം സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ വില കൂടുമ്പോൾ അതൊക്കെ വാങ്ങാനുള്ള പൈസ നമുക്ക് വേണ്ടേ? അപ്പം മിനിമം അത്രയെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നതിൽ ഒരു ന്യായം ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് പറ. അപ്പോൾ ദാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. നിച്ചു, അമ്മമ്മേൻ്റെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. മാമി ഉണ്ടാക്കിയ നരങ്ങാമ്പോ നരങ്ങാലോ അടിപൊളി.